വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സാംജി, പ്രിയപ്പെട്ട രാജു ടി, അതുപോലെ ഈ സൂം മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു വലിയ ഡിവോഷൻ തന്നു. അതിനായിട്ട് മെർലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സങ്കീർത്തനം നമ്മുടെ ദൈവിക സംരക്ഷണം, അതുപോലെ ശത്രുവിനെതിരെയുള്ള ദൈവത്തിൻ്റെ യുദ്ധം, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അനുഭവം, വിജാതീയ രാജ്യങ്ങൾ നമുക്ക് എതിരായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവജനത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ അവരെ വിനയത്തോടും താഴ്മയോടും കൂടെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തനം, ഇതെല്ലാം വിവരിച്ചതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ ദ പവർ ഓഫ് റിസറക്ഷൻ ആയിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. പവർ ഓഫ് റിസറക്ഷനെ കുറിച്ച് 10 കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറഞ്ഞു. ഞാനത് പറഞ്ഞു. അത് ഓരോന്നും പറയുകയാണെങ്കിൽ 10 പ്രസംഗത്തിനുള്ളതുണ്ട്. എന്നാൽ അത് 10 കാര്യങ്ങളായിട്ട് ഞാനത് ചുരുക്കി പറഞ്ഞു. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 10 പ്രത്യേക പ്രത്യക്ഷതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 15 മുതൽ 18 വരെ. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ഇന്ന് തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷനായ സംഭവങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ആ വലിയ സംഭവത്തെ അനുസ്മരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ സൂം മീറ്റിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഗാനങ്ങൾ പാടി സഹായിച്ചവര്, സങ്കീർത്തനം ധ്യാനിച്ചവര്, പ്രാർത്ഥന നടത്തിയവര്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആരാധന സംബന്ധിച്ചവരെല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങൾ ഈ വചനത്തിൻ്റെ സാരങ്ങളും സത്യങ്ങളും മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. The resurrection appearance of Christ is to Mary Magdalene. കർത്താവിൻ്റെ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യക്ഷത മഗ്ദല മറിയത്തിനാണ് എന്ന്
സുവിശേഷം വളരെ വ്യക്തമായി നമ്മളോട് പ്രസ്താവിക്കുന്നു. മഗ്ദല മറിയത്തെക്കുറിച്ച് എല്ലാ സുവിശേഷങ്ങളിലും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം മഗ്ദല മറിയത്തെ കുറിച്ചാണ് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഥമ ദൃക്സാക്ഷിയായി ഒരു സ്ത്രീ അറിയപ്പെടുക എന്ന് പറയുന്നത് സുവിശേഷത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. ആ സ്ത്രീ എന്ന് പറയുന്നത് മഗ്ദല മറിയമാണ്. സുവിശേഷങ്ങളിൽ 7 മറിയമാരെ കുറിച്ച് പ്രസ്താവ്യമുണ്ട്. മഗ്ദല മറിയം, യേശുവിൻ്റെ അമ്മ വിശുദ്ധ കന്യക മറിയം, ബഥാനിയയിലെ മറിയ, യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയ, റോമിലെ മറിയ, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ. അന്നത്തെ ഒരു സാധാരണ നാമമായിരുന്നു മറിയ എന്നുള്ളത്. മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ്, മനോഹരം, സൗന്ദര്യം എന്നാണ് അർത്ഥം. അപ്പം സാധാരണ ഒരു നാമമാണ് മറിയ എന്നുള്ളത്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് ആ നാമമുണ്ട്. അതിലൊരു നാമമാണ് മഗ്ദല മറിയം എന്ന് പറയുന്നത്. ചില മറിയമാരെ അവരുടെ സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത്. ലാസറിന്റെ സഹോദരി മറിയെ ബഥാനിയയിലെ മറിയ എന്നാണ് അറിയപ്പെടുന്നത്. റോമിലെ ഒരു സഹോദരിയെ റോമിലെ മറിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്നത് മഗ്ദല എന്ന് പറയുന്ന ദേശത്തുകാരിയായ മറിയയാണ്. ഗലീല കടൽ തീരത്ത് തിബരിയാസിന്റെ വടക്കു ഭാഗത്തായി 3 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മഗ്ദല എന്ന് പറയുന്ന ഗ്രാമം. ആ മഗ്ദല ഗ്രാമക്കാരി ആയതുകൊണ്ടാണ് ഈ സ്ത്രീയെ മഗ്ദല മറിയം എന്ന് അറിയപ്പെടുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായിട്ട് ഈ മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് സുവിശേഷങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരെല്ലാം വലിയ വീരവാദം അടിച്ച ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ശിമോൻ പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോയില്ല. കോഴി കൂവുന്നതിന് മുമ്പേ 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഇസ്കറിയോത്ത യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. മറ്റു ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോയി. യേശു ക്രിസ്തു ക്രൂശുമായി തലയോടിടം എന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കാൽവറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില സ്ത്രീകളും ആ സ്ത്രീകളോടൊപ്പം യേശുവിൻ്റെ അരുമ ശിഷ്യനായ, യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും മാത്രമാണ് ക്രൂശിന്റെ ചുവട് വരെയും പിന്തുടർന്നത് എന്ന് സുവിശേഷം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മഗ്ദല മറിയം ക്രൂശോളം അനുഗമിച്ച സ്ത്രീകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് ഇവിടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ക്രൂശീകരണ സമയത്ത് കർത്താവിൻ്റെ 7 മൊഴികളെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. അതിലൊരു മൊഴിയാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കർത്താവിൻ്റെ അമ്മ മറിയ യെരുശലേം ദേവാലയത്തിൽ യേശുവിൻ്റെ പരിച്ഛേദന പെരുന്നാളിൻ്റെ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ ചെന്ന് യേശു കർത്താവിനെ പൈതലിനെ സമർപ്പിക്കുമ്പോൾ അവിടെ വയോധികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു.
ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വവും ജാതികളുടെ പ്രകാശവും സകല ജനത്തിനും വെളിപ്പെടുവാനുള്ള രക്ഷയും എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അതുകൊണ്ട് എനിക്കിനിയും സമാധാനത്തോടെ മരിക്കാമല്ലോ എന്ന് സംതൃപ്തിയോടുകൂടെ പറയുന്നതായിട്ടുള്ള വയോധികനായ ഒരു മനുഷ്യനെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ശിമയോൻ അന്ന് മറിയയോട് ഒരു പ്രത്യേക വാക്ക് പറഞ്ഞിരുന്നു: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അന്ന് ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരിക്കാം. എന്നാൽ ഹൃദയത്തിലൂടെ വാൾ കടന്ന ഒരു പ്രത്യേക നിമിഷമായിരുന്നു തൻ്റെ ഓമനപുത്രൻ കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നതായിട്ടുള്ള ആ ദുഃഖകരമായ അനുഭവം അവളുടെ ഹൃദയത്തിലൂടെ വാൾ കടക്കുന്ന ഒരു വലിയ സംഭവമായി ഇപ്പോൾ അവൾക്ക് അനുസ്മരിക്കുവാനായിട്ട് സാധിച്ചു. കേട്ട കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുകയായിരുന്നു. ആ സംഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് വിശുദ്ധ കന്യകമറിയാമിന് ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് മനസ്സിലായി. ആ ക്രൂശോളം അനുഗമിച്ച വിശുദ്ധ കന്യകമറിയാം, മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയ, പിന്നെ ഏക ശിഷ്യനായ യോഹന്നാൻ, താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ മഗ്ദല മറിയത്തെക്കുറിച്ച് ഇത്ര വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം യോഹന്നാൻ ഇത് ദൃക്സാക്ഷിയായിട്ട് അവിടെ വെച്ച് കണ്ടതാണ്. ഈ മറിയയുടെ ജീവിതവും മറിയ ചെയ്തതായിട്ടുള്ള പ്രവർത്തനവും മറിയ ക്രൂശോളം അനുഗമിച്ചതും മറിയ പിറ്റേ ദിവസം ശവസംസ്കാര ശുശ്രൂഷ നോക്കിക്കൊണ്ടു നിന്നതും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ ദിവസം അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നതുമെല്ലാം ഈ യോഹന്നാൻ വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഈ മഗ്ദല മറിയത്തെ കുറിച്ചുള്ളതായ വലിയ വിവരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അരിമത്യക്കാരനായ യോസേപ്പും രാത്രിയിൽ തൻ്റെ അടുക്കൽ വന്നതായുള്ള നിക്കോദിമോസും കൂടെ ചേർന്ന് ഒരു സുഗന്ധവർഗം ഒരുക്കി ഈ കർത്താവിൻ്റെ ശരീരം അരിമത്യയിലെ യോസേപ്പ് തനിക്ക് വേണ്ടി വെട്ടിച്ചിരുന്ന പുതിയ കല്ലറയിൽ, പാറയിൽ വെട്ടിച്ചിരുന്ന പുതിയ കല്ലറയിൽ സംസ്കരിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്നത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഒന്നുമല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയത് ചില സ്ത്രീകൾ നോക്കി നിൽക്കെ അരിമത്യക്കാരനായ യോസേപ്പും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായ അവർ രണ്ടുപേരും സന്നദ്ധി സംഘത്തിന്റെ അംഗങ്ങളായിരുന്നു. നിക്കോദീമോസും കൂടെ ചേർന്നാണ് കർത്താവിന്റെ ക്രൂശിൽ മരിക്കുന്നതായിട്ടുള്ള ആളുകളെ ആ തലയോടിടത്തിന്റെ താഴ്വരയിലേക്ക് എറിഞ്ഞു കളയുകയാണ് പതിവ്. അങ്ങനെ എറിഞ്ഞു കളയുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ പക്ഷികൾ കൊത്തിത്തിന്ന് തലയോട്ടിയും അസ്ഥികളും മാത്രം ശേഷിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഇടത്തിന് തലയോടിടം എന്ന പേര് ലഭിക്കാനായിട്ടിടയായിത്തീർന്നത്. യേശു കർത്താവ് അപ്രകാരം പോകുമായിരുന്നു അരിമത്യക്കാരൻ യോസേപ്പ് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയില്ലെങ്കിൽ. എന്നാൽ ദൈവത്തിൻ്റെ വചനം, പ്രവചനം എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ പ്രവചനം പോലും മുൻകൂട്ടി പ്രവചിച്ചിരുന്നതായിട്ടുള്ള പ്രവചനം സാക്ഷാത്കരിക്കുന്നതായിട്ടുള്ള അനുഭവമായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു സന്നദ്ധി സംഘത്തിന്റെ അംഗമായിരുന്ന അരിമത്യക്കാരൻ യോസേപ്പ് എന്ന് പറയുന്നു.
ആ യോസേപ്പ് പീലാത്തോസിന്റെ അടുത്ത് ചെന്നിട്ട് പീലാത്തോസിനോട് യേശുവിന്റെ ശരീരം അപേക്ഷിച്ചു വാങ്ങി. ഇതെല്ലാം ദൈവിക ആലോചനയാണ്, ദൈവത്തിന്റെ പ്രവർത്തനമാണ്, പ്രവചന നിവൃത്തിയാണ്. ഒരിക്കലും കർത്താവിന്റെ ശരീരം വലിച്ചെറിയപ്പെടുവാനായിട്ട് ഇടയില്ല. അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അവനോടുകൂടെ ക്രൂശിച്ചിരുന്നവർ മരിച്ചില്ല എന്ന് കണ്ട് അവരുടെ കൈകാലുകൾ ഒടിക്കുന്നു. എന്നാൽ യേശുവിന്റെ അസ്ഥി പോലും ഒടിച്ചില്ല. ഇതെല്ലാം പ്രവചന നിവൃത്തികളാണ്. ആ പ്രവചന നിവൃത്തി പ്രകാരം യേശു കർത്താവിന്റെ മരണം പോലും പ്രവചനത്തിൽ പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമായി തീരുകയായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 61, 62 വാക്യങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടി കർത്താവിന്റെ ശരീരം കൊണ്ടുവന്ന് ശീലകൾ ചുറ്റി പൊതിഞ്ഞ് അതിനകത്ത് സുഗന്ധവർഗം പൂശി ഈ കല്ലറയിൽ അടക്കം ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഈ സ്ത്രീകൾ. അതിൽ മഗ്ദല മറിയം ഉണ്ടായിരുന്നു എന്ന് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മഗ്ദല മറിയത്തെ കുറിച്ച് സുവിശേഷത്തിൽ 14 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ടാണ് മഗ്ദല മറിയത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവളെ കുറിച്ച് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് 7 ഭൂതങ്ങൾ വിട്ടുപോയ സ്ത്രീയൻ. എന്താണ് ഈ 7 ഭൂതങ്ങൾ? 7 ഭൂതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 7 ഡീമൻസ് ആരൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് ലൂസിഫർ. അത് പ്രൈഡ്, ഗർവത്തിന്റെ ആൾരൂപമാണ്. 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നീ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഉയർത്തും. എത്രയോ അഹങ്കാരത്തോടു കൂടിയുള്ള, ഗർവത്തോടു കൂടിയുള്ള പ്രസ്താവനയാണ് ഈ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ലൂസിഫറിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അഹങ്കാരമാണ്, ഗർവമാണ്. ബെൽസെബൂബ് എന്ന് പറയുന്ന അസൂയയുടെ പര്യായമാണ്. കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ യഹൂദന്മാർ വന്ന് കർത്താവിനെ പരിഹസിച്ചു. ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂബിനെ കുറിച്ച് കൊണ്ടാണ് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? സാത്താന് തന്നിൽ തന്നെ ഛിദ്രിച്ചു കഴിഞ്ഞാൽ സാത്താന് നശിച്ചു പോകും. അത് അഹങ്കാരത്തിന്റെ, അസൂയയുടെ ഒരു പര്യായമാണ് ഈ ബെൽസെബൂബ് എന്ന് പറയുന്നത്. 3, സാത്താൻ. സാത്താൻ എന്ന് പറയുന്നത് വലിയ ക്രോധത്തിന്റെ ആളാണ്. അൺകൺട്രോൾഡ് ആങ്കർ സാത്താന്റെ വലിയ സ്വഭാവമാണ്. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അത് വലിയ ക്രോധത്തോടുകൂടെയാണ്, അഹങ്കാരത്തോടുകൂടെയാണ് സാത്താൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് സാത്താനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ ജനകനുമാകുന്നു എന്ന് പറയുന്നു. സാത്താൻ, അൺകൺട്രോൾഡ് ആങ്കർ, ക്രോധം. 4, അബദ്ധോൻ, അലസത, മടി, അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ, വിനാശം. ഇതെല്ലാം അബദ്ധോൻ എന്ന് പറയുന്ന ആ ഡീമണ് ഉള്ള സ്വഭാവങ്ങളാണ്. 5, മാമ്മോൻ.
പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. മാമോൻ എന്ന് പറയുന്നത് അത്യാഗ്രഹമാണ്, ധനത്തിന്റെ ആർത്തിയാണ്. അതുപോലെ തന്നെ എല്ലാം പിടിച്ചടക്കാനുള്ളതായ അതിയായ അത്യാർത്തിയാണ് മാമോൻ എന്ന് പറയുന്നത്. 6, ബാൽപയോർ. ബാൽപയോറിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിലും പഴയ നിയമങ്ങളിലും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് ചെന്നപ്പോൾ ബാൽപയോറിനെ ആരാധിച്ചു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാൽപയോർ എന്ന് പറയുന്നത് കനാന്യ വിഗ്രഹങ്ങളാണ്. ആ കനാന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആ ബാൽപയോറിനെ ആരാധിക്കുകയും ചെയ്തു. അത് കനാന്യ ദേവതയാണ്, ആസക്തിയുടെ ഒരു ദേവതയാണ് ഈ ബാൽപയോർ എന്ന് പറയുന്നത്. അന്ന് അവിടെ ഈ ദേവദാസി സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളതായ കനാന്യ ദേവതയുടെ ആൾരൂപമായിട്ടാണ് ബാൽപയോറിനെ വേദപുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒടുവിലായിട്ട് അസ്മോദയോസ് എന്ന് പറയുന്നത് ജഡീയതയുടെ, ജഡമോഹത്തിന്റെ ഒരു വലിയ പര്യായമാണ്. അപ്പോൾ ഈ 7 ഭൂതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 7 ഭൂതങ്ങൾ 7 സ്വഭാവമാണ്. ഈ 7 സ്വഭാവങ്ങളും മഗ്ദല മറിയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 7 സ്വഭാവങ്ങളും നമ്മിൽ കാണുകയിൽ ഏതെങ്കിലും ഒന്നില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പം നമ്മിലൊക്കെ ഈ ഭൂതമുണ്ട്. ഈ 7 ഭൂതങ്ങളിൽ ഏതെങ്കിലും 1, 2 ഒക്കെ നമ്മിലും കാണും. മഗ്ദല മറിയത്തിന്റെ ഉള്ളിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ 7 സ്വഭാവങ്ങൾ പൈശാചിക സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഈ പൈശാചിക സ്വഭാവങ്ങളെയെല്ലാം കർത്താവ് ശാസിച്ച് നിഗ്രഹിച്ച് അവളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. ആ 7 സ്വഭാവങ്ങൾ എല്ലാം ദൂരീകരിച്ചതിന് ശേഷം അവളിൽ 7 പുതിയ ഗുണങ്ങൾ, പുതിയ സ്വഭാവങ്ങൾ അവളിൽ വന്നു. എന്തൊക്കെയാണ്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹം, സമാധാനം. ആ പഴയ 7 സ്വഭാവങ്ങൾ, പൈശാചിക സ്വഭാവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ പുതിയ നല്ല സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉപേക്ഷിച്ചിട്ട് സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുക എന്ന് പറയും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ മഗ്ദല മറിയം അവളുടെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം അവളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. അതിന് കാരണമായി തീർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ മഗ്ദല മറിയത്തിന് കർത്താവിനോട് ഇത്രമാത്രം സ്നേഹവും ഇത്രമാത്രം ഭക്തിയും ഇത്രമാത്രം ആദരവും ഉണ്ടാകുവാനുള്ള കാരണമായി തീർന്നത്. യേശുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ആ കല്ലറയുടെ സമീപത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മറ്റു സ്ത്രീകളോടൊപ്പം ഇവളും. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് നിന്നു. ആ നോക്കിക്കൊണ്ട് നിന്നത് കൊണ്ടാണ് അവരെ ഒരുക്കിയ സുഗന്ധവർഗം പോലെ ഒരു സുഗന്ധവർഗം ഒരുക്കാനായിട്ട് അവൾക്കിടയായി തീർന്നത്. നോക്കിക്കൊണ്ട് നിന്നു. അവിടെ അരിമത്യക്കാരൻ യോസേപ്പും നിക്കോദിമോസും. നിക്കോദിമോസ് എന്ന വാക്കിന്റെ അർത്ഥം വിക്ടറി ഓഫ് ദ പീപ്പിൾ എന്നാണ്. ദൈവ ജനത്തിന്റെ മേൽ വിജയം നേടിയവനാണ് നിക്കോദിമോസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇവർ രണ്ടുപേരും സനദ്രി സംഘത്തിന്റെ അംഗങ്ങളായിരുന്നു. ആ സനദ്രി സംഘത്തിൽ ഇവർ മാത്രമാണ് യേശുവിനെ ക്രൂശിക്കുന്നതിന് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. പക്ഷേ അവർക്കൊന്നും അതിനെ കാര്യം ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഭൂരിപക്ഷം അഭിപ്രായം അനുസരിച്ച് അവനെ ക്രൂശിക്കാനായിട്ട് വിധി എഴുതി, പീലാത്തോസിനെ കൊണ്ട് വിധി എഴുതിപ്പിച്ച് കർത്താവിനെ ക്രൂശിങ്കിലേക്ക് നയിക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കർത്താവിന്റെ ശവസംസ്കാര ശുശ്രൂഷ നോക്കിക്കൊണ്ട് നിന്നു. എന്നാൽ അടുത്ത ദിവസം എന്ന് പറയുന്നത് ശബത്തായിരുന്നു, ശനിയാഴ്ച. ശബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല.
അതുകൊണ്ട് ശബത്തിൽ അവർ വിശ്രമിച്ചു. ഈ സ്ത്രീകളും പോയി വിശ്രമിച്ചു. വിശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം അതികാലത്തെ ഇരുട്ടോടുകൂടെ കല്ലറയ്ക്കലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയാണ് വരുന്നത്? തന്നെ സ്നേഹിച്ച, താൻ സ്നേഹിച്ച, തനിക്കൊരു പുതിയ ജീവിതം കാഴ്ചവെച്ച, തന്നെ പുതിയൊരു സൃഷ്ടിയാക്കി തീർന്ന, തന്നിലെ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് തന്നിലൊരു പുതിയ മനുഷ്യനാക്കി മനുഷ്യനെ സൃഷ്ടിച്ച ഈ കർത്താവിനെ ഒരു നോക്ക് കാണുവാനായിട്ട്, ഈ കർത്താവിലെ അവസാനമായിട്ട് ഒരു സുഗന്ധ ലേപനം ചെയ്യുവാനായിട്ട് ഈ ബന്ധപ്പെട്ട ഇരുട്ടോടുകൂടെ കല്ലറയ്ക്കൽ വാതിൽക്കൽ വന്നു. അവരുടെ മനസ്സിൽ വലിയൊരു ആകുല ചിന്തയുണ്ടായിരുന്നു. റോമാ ഗവൺമെന്റിന്റെ അധികാര മുദ്രയുണ്ട്. ആ കല്ലറവാതിൽക്കൽ ഭീമാകാരമായ ഒരു കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. അവൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ വരുമ്പോൾ ചിന്തിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ആരെ ഈ കല്ല് മാറ്റിത്തരും? ആ വലിയ ആശങ്കയോടുകൂടെ, ആ വലിയ ആകുലതയോടുകൂടെയാണ് അവർ ഈ കല്ലറത്തക്കവണ്ണം അവിടെ ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു സുഗന്ധ ലേപനവുമായിട്ടാണ് ഈ മഗ്ദലമറിയവും മറ്റു സ്ത്രീകളും വരുന്നത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ എന്തൊക്കെയാണ് സുഗന്ധവർഗത്തിൽ ചേർക്കേണ്ടത്, അതിന്റെ മിക്സ്ചർ എന്തൊക്കെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള സുഗന്ധ ലേപനമാണ് ഈ മഗ്ദലക്കാരത്തി മറിയ ചെയ്തത്. നറുംപശ, ഗുൽഗുലു, ഹബാന പശ, നിർമ്മല സാമ്പ്രാണി, ഇവയെല്ലാം സമം ചേർത്താണ് ഈ സുഗന്ധവർഗം രൂപീകരിച്ചത്. പുറപ്പാട് പുസ്തകം 30-34 മോശ ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുസരിച്ചുള്ള സുഗന്ധവർഗങ്ങൾ ഒരുക്കുന്നു. മഗ്ദലമറിയത്തെ കുറിച്ചുള്ള വിവരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ മഗ്ദലമറിയം കല്ലറയ്ക്കൽ വരുമ്പോൾ ഉള്ളതായ കാഴ്ച മുതൽ അവൾ കല്ലറ വിട്ട് പോകുന്നത് വരെയുള്ളതായ കാഴ്ചയും അതിനിടയ്ക്ക് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളും അക്കമിട്ട് വളരെ വിശദമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് ഈ കാര്യം വളരെ വിശദമായി തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ യോഹന്നാൻ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്: യേശു ചെയ്ത പല കാര്യങ്ങളും ചെയ്താൽ ആ പുസ്തകം എഴുതിയാൽ ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 31-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ഇതെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയ കല്ലറയ്ക്കൽ വന്നപ്പോൾ കണ്ടതായിട്ടുള്ള കാഴ്ചകൾ അവിടെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, കല്ലറവാതിൽക്കലെ ഭീമാകാരമായ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. റോമാ ഗവൺമെന്റിന്റെ കാവൽക്കാരെ ഒന്നും അവിടെ കാണാനില്ല. അവരെവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അവര് മരിച്ചവരെ പോലെയായി എന്നാണ് നമ്മൾ പാടുമ്പോഴൊക്കെ പാടുന്നത്. എന്നാൽ അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. അവർ ഓടിപ്പോയോ? ഭൂകമ്പമൊക്കെ കണ്ടപ്പോൾ, കല്ലുരുണ്ട് പോയി കഴിഞ്ഞപ്പോഴൊക്കെ അവർ ഓടിപ്പോയി കാണും, ഭയപ്പെട്ട്. അവരെ ഒന്നും അവിടെ കാണാനില്ല. എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാരാണ് ദൈവത്തിന്റെ ഓമന പുത്രനെ കല്ലറയ്ക്ക് കാവൽ നിർത്തി. ഈ 3 ദിവസവും കല്ലറയ്ക്ക് കാവൽ നിർത്തിയത് പിതാവായ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് കല്ലറയ്ക്ക് കാവൽ നിർത്തി. ആ കല്ലറയിലെ കല്ലുരുട്ടിക്കളഞ്ഞതും ദൂതന്മാരാണ് എന്ന് നമ്മൾ സ്വർഗാരോഹണത്തിന് പാടുന്ന പാട്ടിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവദൂതർ കല്ലുരുട്ടി നീക്കി എന്നൊക്കെ പാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാട്ടുകാർ. അതുകൊണ്ട് ദൈവദൂതന്മാർ വന്ന് കല്ലുരുട്ടി നീക്കി, കല്ലറ തുറന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ കാര്യം പറയുവാനായിട്ടാണ് ദൂതന്മാരെ അവിടെ ആക്കിയിരിക്കുന്നത്. കല്ലറയ്ക്കൽ മിന്നുന്ന വസ്ത്രം ധരിച്ച 2
പുരുഷന്മാരെ ഈ മഗ്ദല മറിയം കാണുന്നു. അത് ദൈവദൂതന്മാരാണ് എന്ന് യാതൊരു സംശയവുമില്ല. പിതാവായ ദൈവം 2 ദൂതന്മാരെ തൻ്റെ പുത്രന് സംരക്ഷണത്തിനായി, കാവലിനായി, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയേച്ച് പറയും, ഇവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയും. അതുകൊണ്ട് ആ ചതിയൻ പറഞ്ഞത് സംഭവിക്കാതിരിക്കാനായിട്ട് കാവൽ നിർത്തണമെന്നൊക്കെ അവർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു. നിങ്ങളാൽ ആവോളം കാവൽ നിർത്തിക്കോ, പടയാളികളെ തരാമെന്ന് പറഞ്ഞു. കാവൽക്കാരെ നിർത്തി. എത്ര കാവൽക്കാരുണ്ടായിരുന്നെന്ന് അറിഞ്ഞുകൂടാ. ആ കല്ലുരുട്ടി ആ കല്ലിന് കാവലായി റോമാ ഗവൺമെന്റിന്റെ മുദ്രയും വെച്ച് അവരവിടെ കാവൽ നിൽക്കുകയാണ്. പക്ഷെ അവരുടെ കാവൽ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ ദൈവത്തിന്റെ സമീപത്ത് റോമാ ഗവൺമെന്റിന്റെ അധികാരമോ റോമാ ഗവൺമെന്റിന്റെ മുദ്രയോ റോമാ ഗവൺമെന്റിന്റെ കാവൽക്കാരോ നിശ്ചലമാണ്, നിഷ്പ്രഭമാണ്. അവർക്കൊന്നും അവിടെ ചെയ്യാനായിട്ട് സാധ്യമല്ല. ദൈവദൂത ശാസ്ത്രം അനുസരിച്ച്, ഏഞ്ചലോളജി അനുസരിച്ച് 7 പ്രധാന ദൂതന്മാരെ കുറിച്ച് പറയാറുണ്ട്. അത് വേദപുസ്തകത്തിലില്ല. 7 പ്രധാന ദൂതന്മാരുണ്ട്. ആ 7 പ്രധാന ദൂതന്മാരെന്ന് പറയുന്നത്, ഒന്ന് റഫായേൽ, ഗാർഡിയൻ ടു ദ സെയിൻസ്, വിശുദ്ധന്മാർക്ക് കാവൽ നിൽക്കുന്നതായിട്ടുള്ള പ്രധാന മാലാഖയാണ് റഫായേൽ എന്ന് പറയുന്നു. രണ്ടാമത്തേത് മിഖായേൽ, ഗബ്രിയേൽ, ഗോഡ്സ് മെസ്സഞ്ചർ. ദൈവത്തിന്റെ സന്ദേശവുമായി ദൈവം അയക്കുന്നത് ഗബ്രിയേലിനെയാണ്. സക്കറിയ പ്രവാചകന്റെ അടുത്ത്, വിശുദ്ധ കന്യാമറിയാമിന്റെ അടുത്ത്, ദാനിയേലിന്റെ അടുത്ത് ഒക്കെ അയക്കുന്നത് ഗബ്രിയേലിനെ കാണുവാനായിട്ട് സാധിക്കും. 3 മിഖായേൽ, കമാൻഡർ ഓഫ് ഗോഡ്സ് ആർമി. ദൈവത്തിന്റെ സർവ്വ സൈന്യാധിപനാണ് മിഖായേൽ എന്ന് പറയുന്നത്. യുറിയേൽ, വിസ്ഡം ആൻഡ് നോളജ്, ജ്ഞാനവും പരിജ്ഞാനവും അതിൻ്റെ അടയാളമാണ് യുറിയേൽ എന്ന് പറയുന്നത്. റഗുവേൽ എന്ന് പറയുന്ന ഡിവൈൻ ജസ്റ്റിസ്, ദൈവിക നീതി നടപ്പാക്കാനായിട്ട് ഉള്ള ഒരു പ്രധാന ദൂതനാണ് റഗുവേൽ എന്ന് പറയുന്നത്. സറിയേൽ എന്ന് പറയുന്ന ട്രാക്കിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദി ആർമീസ്, ദൈവത്തിനെതിരായി വരുന്നതായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള സ്വഭാവമാണ് സറിയേൽ എന്ന് പറയുന്നത്. 7ാമത്തെ പ്രധാന ദൂതൻ റമിയേൽ, ഗൈഡിങ് സോൾസ് ഓൺ ദ സ്പിരിച്വൽ പാത്ത്, ദൈവികമായ ആത്മീയമായ വഴികളിൽ ജനങ്ങളെ നയിക്കുവാനായിട്ടുള്ളതായ ഒരു സ്വഭാവമാണ് റമിയേൽ എന്ന പ്രധാന ദൂതന് ഉള്ളത്. ഇതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റു ചില ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉണ്ട്, ഏഞ്ചലോളജിയിലൊക്കെ ഉണ്ട്. എന്നാൽ പിതാവായ ദൈവം ഇവിടെ 2 ദൂതന്മാരെ കാവലാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് മിഖായേലും റഫായേലുമാണ്. അതിന് കാരണമുണ്ട്. റഫായേൽ എന്ന് പറയുന്നത് സെയിൻസ്, വിശുദ്ധന്മാർക്ക് കാവൽ നിൽക്കുന്നതാണ് റഫായേൽ. മിഖായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവ്വ സൈന്യാധിപനാണ്. മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെടുന്നത് മിഖായേലാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിനക്ക് മെസ്സേജ് അയച്ചപ്പോൾ അതിനെ തടയാനായിട്ട് സാത്താൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരായി പ്രവർത്തിച്ചത് മിഖായേലാണ് എന്ന് അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മോശയുടെ ശരീരത്തെ കുറിച്ച് യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിൽ പറയുമ്പോൾ മോശയുടെ ശരീരത്തെ കുറിച്ച് ഒരു വാദമുണ്ടായപ്പോൾ മിഖായേലാണ് അവിടെ ഇടപെടുന്നത്. നമുക്കത് കാണുവാൻ സാധിക്കും. സോ കമാൻഡർ ഓഫ് ഗോഡ്സ് ആർമിയാണ് മിഖായേൽ. അപ്പോൾ ഈ 2 സൈന്യാധിപന്മാരെയാണ്, ദൈവദൂതന്മാരെയാണ് യേശുവിന്റെ കല്ലറയ്ക്കൽ കാവൽ നിർത്തിയത് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഈ 2 ദൂതന്മാർ അവിടെ ഉണ്ട്. മറിയ കല്ലറയ്ക്കലാണ്. എത്ര സമയം നിന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവിടെ വന്നു, കല്ലറ കണ്ടു, കല്ലുരുട്ടിയത് കണ്ടു, കല്ലറയിൽ നോക്കി, യേശുവിൻ്റെ ശരീരം കണ്ടില്ല.
അവിടെ യേശുവിനെ പൊതിഞ്ഞിരുന്നതായിട്ടുള്ള തുണി അവിടെയായി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ തുണി അവിടെ മാറ്റി വെച്ചേച്ച് പോവുകയില്ല, തുണിയോട് കൂടെ കൊണ്ടുപോവുകയുള്ളൂ. അതുമാത്രമല്ല, യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത് തേജസ്സിന്റെ ശരീരത്തോടു കൂടെയാണ്. ഇരുട്ടിന്റെ ഉടയാട മാറി തേജസ്സിന്റെ അങ്കി ധരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്സിന്റെ മഹത്വമുള്ള ശരീരത്തോടു കൂടെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ദൂതന്മാർ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മഗ്ദല മറിയം അവരോട് ചോദിക്കുകയാണ്, എന്റെ കർത്താവിനെ നിങ്ങൾ എവിടെ കൊണ്ടുവച്ചു? കർത്താവിന് എന്ത് സംഭവിച്ചു? അവളും ചിലപ്പോൾ വിചാരിച്ചു കാണും, കർത്താവിനെ അവിടുന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കാണുമെന്ന്. കർത്താവിനെ എവിടെ കൊണ്ടുപോയി? അവൻ എന്ത് സംഭവിച്ചു? എന്നോട് പറക എന്ന് പറഞ്ഞ് ദൂതന്മാരോട് അവൾ സംവാദിക്കുകയാണ്. അപ്പോൾ ദൂതന്മാർ മറുപടി പറയുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നിങ്ങളോട് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് ഗലീലയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അവൾ വീണ്ടും കല്ലറയ്ക്കൽ ഇങ്ങനെ ചുറ്റിത്തിരിയുക. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ ഓർത്തു, ഇത് തോട്ടക്കാരനാണ്. അവളുടെ കൺഫ്യൂഷനാണ്. അവിടെ എന്ത് സംഭവിച്ചു, ആരാണെന്നൊന്നും അറിയുന്നില്ല. ദൂതനെ കാണുന്നു, യേശുവിനെ കാണുന്നില്ല. പുറകിൽ നോക്കിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, തോട്ടക്കാരനെന്ന് വിചാരിക്കുന്നു. തോട്ടക്കാരനെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ യജമാനനെ, എൻ്റെ യേശുവിനെ കർത്താവിനെ കാണാനില്ല. നീ അവനെ എവിടെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നു? ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുന്നു. തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പറയുകയാണ്. അപ്പോൾ തോട്ടക്കാരൻ ഒരു വിളി, മറിയേ. യേശുവിന്റെ സ്വതസിദ്ധമായ ശബ്ദത്തിൽ ശിഷ്യന്മാരെയൊക്കെ സംബോധന ചെയ്തതായ അതേ ശബ്ദത്തിൽ, മഗ്ദല മറിയത്തെയും സംബോധന ചെയ്തതായിട്ടുള്ള അതേ ശബ്ദത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിളിക്കുകയാണ്, മറിയേ എന്ന് വിളിച്ചപ്പോൾ കർത്താവിന്റെ ശബ്ദം അവൾ തിരിച്ചറിയുന്നു. കർത്താവാകുന്നു അവൾ മനസ്സിലാക്കുന്നു. ഇതുവരെ ദൂതന്മാരോട് സംസാരിച്ചുകൊണ്ട് നിന്നവൾ ഇപ്പോഴിതാ കർത്താവിനോട് നേരിട്ട് സംസാരിക്കുന്നു. ഇത്രയും സംസാരിക്കുവാനും ഇത്രയും ഒരു ശിഷ്യന്മാർക്കും ഇതുവരെ ഒരു അവസരം ലഭിച്ചില്ല. മഗ്ദല മറിയത്തിന് മാത്രമാണ് ഈ അവസരം ലഭിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണ്. മറിയെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. അവൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ കർത്താവളോട് പറയുന്നു, എന്നെ തൊടരുത്, ഡോണ്ട് ടച്ച് മീ. ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ കയറിപ്പോയില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്സോടുകൂടെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അവന്റെ പഴയ ശരീരമല്ല, അത് പ്രാകൃത ശരീരമല്ല, ആത്മീയ ശരീരമാണ്. 1 കൊരിന്ത്യർ 15 നമ്മളത് കാണുന്നുണ്ടല്ലോ. ഭൗതിക ശരീരമല്ല, ആത്മീയ ശരീരമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോ തേജസ്സിന്റെ ശരീരത്തോടുകൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് കർത്താവ് മറിയോട് വീണ്ടും പറയുന്നു, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്ഥലകാല പരിമിതികളില്ലാത്തവനാണ്. അവൻ ഒരേ സമയത്ത് സ്വർഗത്തിലായിരിക്കാം, ഒരേ സമയത്ത് കല്ലറയ്ക്കലായിരിക്കാം, ഒരേ സമയത്ത് ഗലീലയിലായി ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലാം, ഒരേ സമയത്ത് മറിയത്തിന്റെ അടുത്ത് ചെല്ലാം. അപ്പോൾ കർത്താവ് തേജസ്സിന്റെ ശരീരത്തോടുകൂടെ സ്ഥലകാല പരിമിതികൾ ഇല്ലാത്ത അവസ്ഥയിൽ കർത്താവ് തേജസ്സോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും വരികയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉടനെ പിതാവിന്റെ അടുത്തേക്ക് പോയി പിതാവുമായിട്ട്
സംവാദം ചെയ്തതിന് ശേഷമാണ് വീണ്ടും മടങ്ങി വന്ന് പറയുന്നത്. പിന്നെ മറിയയോട് പറയുകയാണ്, നീ പോയി എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ശിഷ്യന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വസ്തുത അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 20:15-18 വരെ, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ മറിയ ഒരു കാര്യം ശിഷ്യന്മാരോട് പറയുന്നു, കർത്താവിനെ കണ്ടു എന്നും കർത്താവ് ഇങ്ങനെ തന്നോട് സംസാരിച്ചു എന്നും ശിഷ്യന്മാരോട് അവൾ വ്യക്തമായി പറയുന്നു. അത് നമുക്ക് കാണാവുന്ന സംഗതിയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഥമ ദൃക്സാക്ഷി ഈ മഗ്ദല മറിയം ആകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. An unusual experience for Mary Magdalene. എത്രയോ ശ്രേഷ്ഠമായ, എത്രയോ മനോഹരമായ ഒരനുഭവമാണ്. ഈ സുവിശേഷം നീ പോയി എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക. The gospel of resurrection. To proclaim the gospel of resurrection. അത് ആദ്യമായിട്ട് കമ്മീഷൻ ചെയ്തത്, അതിന്റെ കമ്മീഷൻ ലഭിച്ചത്, അത് നിയോഗം ലഭിച്ചത് ഈ മഗ്ദല മറിയത്തിനാണ്. നീ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സദ്വർത്തമാനം എൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക. അത് കഴിഞ്ഞാണ് ശിഷ്യന്മാർ കല്ലറയ്ക്കലേക്ക് വരുന്നത്. കല്ലറയ്ക്കൽ വെച്ചല്ല ശിഷ്യന്മാർ കാണുന്നത്, ഗലീലയിൽ വെച്ചാണ്. കല്ലറയ്ക്കൽ വെച്ച് മഗ്ദല മറിയം മാത്രമേ കണ്ടുള്ളൂ. പത്രോസും യോഹന്നാനും ഓടി വന്നു. അവർ ഓടി വന്ന് പത്രോസിനേക്കാൾ മുമ്പേ യോഹന്നാൻ ഓടി, യോഹന്നാനേക്കാൾ മുമ്പേ പത്രോസ് ഓടി. രണ്ടുപേരും ഓടി. അവർ വന്ന് ശീലകൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതല്ലാതെ യേശുവിന്റെ ശരീരം കണ്ടില്ല. അവർ ഓടിപ്പോയി. വീണ്ടും മഗ്ദല മറിയം വീണ്ടും അവിടെ നിൽക്കുകയാണ്. നിന്ന് യേശുവിനെ കണ്ടിട്ടാണ് പോയത്. എന്നാൽ ശിഷ്യന്മാർ ഓടിപ്പോയി യേശുവിനെ കാണാതെ. യേശു അവരെ തേടി വീണ്ടും ഗലീലയിൽ ചെന്നവരുമായിട്ട് സംവാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഷീ ഈസ് ദി അപ്പോസ്റ്റൽ ടു ദി അപ്പോസ്റ്റൽസ് എന്നാണ് വിശുദ്ധ അഗസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്റ്റൽ ടു ദി അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തോലിക സന്ദേശം അറിയിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടത് ഈ മഗ്ദല മറിയമാണ്. ഷീ റിസീവ്ഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അനവരതമായ കൃപ അനുഭവിക്കാനായിട്ട് ഇടയായതായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ മഗ്ദല മറിയം എന്ന് പറയുന്നു. She responded to the grace, confessing her faith. അവൾ ആ കൃപയോട് പ്രത്യുത്തരമായി അതിന് പ്രതികരിച്ചതിന്റെ ഫലമായി യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത വിശ്വസിക്കുവാനായിട്ട് അവൾക്കിടയായി തീർന്നു. In faith, she believed the resurrection of Christ. She was commissioned to proclaim the good news of resurrection. യേശു കർത്താവിന്റെ ഉയർപ്പെടുത്തലിനെ കുറിച്ചുള്ളതായ സദ്വർത്തമാനം, സുവിശേഷം, സന്ദേശം അറിയിക്കുവാനായിട്ട് അവളിതാ നിയോഗിക്കപ്പെടുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ വേളയിലൊക്കെ മറ്റു സ്ത്രീകളും അപ്പോസ്തലന്മാരോട് കൂടെ സുവിശേഷ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. യേശുവിന്റെ കാലത്ത് സ്ത്രീകളുടെ സാക്ഷ്യം ആരും വില കൽപ്പിച്ചിരുന്നില്ല. ഒരു കോടതിയിൽ പോലും സ്ത്രീകളുടെ സാക്ഷ്യം അവരെ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ മഗ്ദല മറിയത്തിന്റെ സാക്ഷ്യം ശിഷ്യന്മാരും മറ്റ് അപ്പോസ്തലന്മാരും അംഗീകരിക്കുന്നതും അതവര് മനസ്സിലാക്കുന്നതും അത് മറ്റുള്ളവരെ അറിയിക്കുന്നതും എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രമാണ്. The tomb of Christ has some speciality. ക്രിസ്തുവിന്റെ തുറന്ന കല്ലറ ചില പ്രത്യേകതകൾ ഉള്ളതാണ്. അരിമത്യയിലെ യോസേപ്പ് തനിക്ക് വേണ്ടി വെട്ടിച്ചിരുന്ന കല്ലറയിൽ അന്ന് ഉയർത്തെഴുന്നേൽക്കുമോ ഇല്ലയോ എന്നുള്ളത് പഴയ നിയമ പശ്ചാത്തലത്തിൽ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അരിമത്യക്കാരൻ
യോസേപ്പിന് ഈ കല്ലറ തനിക്ക് സ്വന്തമായി എന്നേക്കും വിശ്രമിക്കുവാനുള്ള ഒരിടമല്ല എന്നും ആ കല്ലറയിൽ നിന്നൊരു ഉയർപ്പുണ്ടെന്നും കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് തനിക്ക് ഒരു ഉയർപ്പുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ദ എംപ്റ്റി ടോംബ് ഓഫ് ജീസസ്, തുറന്ന കല്ലറ. അത് പ്രൂഫ് ഓഫ് റിസറക്ഷൻ ആണ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ളതായ പ്രഥമമായ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്, ഒരു തെളിവാണ് തുറന്ന കല്ലറ എന്ന് പറയുന്നത്. അവനെ ചുറ്റിയിരുന്ന റൂമാലും അവനെ ചുറ്റിയിരുന്ന ശീലയും അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാരും എടുത്തുകൊണ്ടുപോയില്ല. ആരും കർത്താവിന്റെ ശരീരം മോഷ്ടിച്ചുമില്ല. കർത്താവ് അത് ഉപേക്ഷിച്ച് തേജസ്സിന്റെ അങ്കി ധരിച്ചിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്. മറിയയുടെ കർത്താവിനോടുള്ള ഭക്തി അപ്രമേയമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശുവിന്റെ കല്ലറയ്ക്കൽ റോമൻ പടയാളികളെ അതിജീവിക്കുന്നതായിട്ടുള്ള സ്വർഗീയ ദൂതന്മാരുടെ കാവൽ പിതാവായ ദൈവം അവിടെ ഒരുക്കിയിരുന്നു. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പത്രോസ് അതിനോട് പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഉടനെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ബറ്റാലിയനിലധികം 12 ലീജിയനിലധികം ദൂതന്മാരെ എനിക്ക് പിതാവ് അയച്ചു തരുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടായോ? എന്നാൽ ഈ തിരുവെഴുത്തൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് എങ്ങനെ നിവൃത്തിയാകും? റോമാ ഗവൺമെന്റിന്റെ ഒരു ലീജിയൻ അല്ലെങ്കിൽ ഒരു ബറ്റാലിയൻ എന്ന് പറയുന്നത് 6000 സോൾജിയേഴ്സാണ്, 6000 പടയാളികളാണ്. അപ്പോൾ കർത്താവിന് 12 ലീജിയൻ ഉണ്ടെന്ന് വരികിൽ 6000 × 12 72,000 72,000 സ്വർഗീയ പടയാളികൾ, സ്വർഗീയ ദൂതന്മാർ കർത്താവിന് കാവലായിട്ട് കൊടുക്കാനായിട്ട് പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എന്ന് കർത്താവ് അവിടെ പറഞ്ഞു. എന്നാൽ കർത്താവ് അത് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവിടെ തിരുവെഴുത്തുകൾ നിവൃത്തിയാകാൻ പറ്റുകയില്ല എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇതാ സ്വർഗീയ ദൂതന്മാരുടെ കാവൽ, 2 ദൂതന്മാരെ മാത്രം അയച്ച് കല്ലറയ്ക്ക് കാവൽ നിർത്തുന്ന പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മേരി ഹാഡ് എൻകൗണ്ടർ വിത്ത് ജീസസ് അറ്റ് ദ ടോംബ്. കല്ലറയ്ക്കൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ അഭിമുഖമാണ് മറിയയ്ക്ക് ഉണ്ടാകുന്നത്. മേരി വീപ്സ് അറ്റ് ദ ടോംബ്. കല്ലറയ്ക്കൽ കരയുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിന്റെ ശരീരം കാണുന്നില്ല എന്നുള്ള സങ്കടത്തോടുകൂടെ, ദുഃഖത്തോടുകൂടെ അവൾ കരയുന്നു. ഷീ വീപ്സ് അറ്റ് ദ ടോംബ്. ബട്ട് മേരി വർഷിപ്സ് വിത്ത് ഫെയ്ത്ത്. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, യേശുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവൾ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, റബൂനി എന്ന് പറഞ്ഞ അവൾ യേശുവിനെ ആരാധിക്കുന്നു. She worships at the tomb. She weeps at the tomb. She worships at the tomb. And finally she proclaims at the tomb. Proclaims the message of resurrection. ആ കല്ലറയ്ക്കൽ അവളിതാ വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം അവളിതാ നൽകുന്നു. വലിയ വിശ്വാസത്തോടുകൂടെ അവളിതാ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സത്യം അവൾ മനസ്സിലാക്കിയത് മാത്രമല്ല, അവൾ പോയി കണ്ടവരോടെല്ലാം പറയുന്നു. മറിയയുടെ അവസാന കാലത്തെക്കുറിച്ച് ചില പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്. 1279 ചാൾസ് II ഓഫ് നേപ്പിൾസ് ഈ മറിയയുടെ ഭൗതിക അവശിഷ്ടം കണ്ടു എന്ന് പാരമ്പര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1279 The relics of Mary Magdalene. She was buried in Benedictine Priory Church at Ephesus. യോഹന്നാൻ ശ്ലീഹായും അടക്കപ്പെട്ടത് എഫേസോസിലാണ് എന്ന് പാരമ്പര്യം പറയും. അവിടെ തന്നെയാണ് മഗ്ദല മറിയവും അടക്കപ്പെട്ടത്.
Mary preached the gospel for 14 years. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 14 സംവത്സരം അവൾ സുവിശേഷമുള്ള സ്വന്തം ദേശത്ത് പ്രസംഗിച്ചു എന്ന് ഒരു ചരിത്രം പറയുന്നു. അരിമത്തയിലെ യോസേപ്പിന്റെ കല്ലറ നൽകുന്ന പാഠം, our tomb is a temporary abode. എന്നത് നമ്മുടെ താൽക്കാലികമായ ഒരു വിശ്രമസ്ഥാനമാണ്. ബട്ട് വി ഹാവ് ആൻ എറ്റേണൽ മനുഷ്യൻ. നമുക്ക് നിത്യമായ ഒരു വാസസ്ഥലമുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവർ tomb is a temporary abode, but Christ has prepared us an eternal mansion. നമുക്കൊരു സ്വർഗീയമായ ഭവനം, നിത്യമായ ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, വിക്ടറി ഓവർ ഡെത്ത്, റിഡംഷൻ ഓഫ് ദ മെറ്റീരിയൽ, ഭൗതികമായതിനെ സ്വർഗീയമാക്കുന്ന ഒരു വലിയ രൂപാന്തരത്തിന്റെ ശക്തി ഇവിടെ നടക്കുന്നു. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ തേജസ്കരണം ഇവിടെ സംഭവിക്കുന്നു. പവർ ടു ഓവർകം ഫിയർ, ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക്, ഭയപ്പെട്ടിരുന്ന മറിയമാർക്ക് ഇതാ ഒരു സന്തോഷത്തിന്റെ, ഒരു സദ്വർത്തമാനം, സാന്ത്വനത്തിന്റെ സദ്വർത്തമാനം ഇവിടെ ഇതാ നൽകുന്നു. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പൗലോസ് ശ്ലീഹ പറഞ്ഞു, നമ്മുടെ ശരീരം ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്കും, അപമാനത്തിൽ നിന്ന് തേജസ്സിലേക്കും, ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്കും, ഭൗതികമായതിൽ നിന്ന് സ്വർഗീയത്തിലേക്കും ഉയർക്കുന്നതായുള്ളൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനം ഈ വലിയ പ്രത്യാശ, ഈ വലിയ വാഗ്ദാനം നമുക്ക് നൽകുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ. ആമീൻ. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും പക്ഷെ എനിക്ക് ഒരു കാര്യത്തിലൊരു സംശയം തോന്നി. പിതാവിന്റെ അടുക്കൽ പോയിട്ട് വന്നു എന്ന് അച്ഛൻ ഇടയ്ക്ക് പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ അതൊരു ക്ലാരിഫൈ ചെയ്തിരുന്നേ കൊള്ളായിരുന്നു. യേശു ഓമിനിപോട്ടന്റ്, എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് അങ്ങനെയാണ്. അപ്പോ അങ്ങനെ യേശു ദൈവത്തിന്റെ അടുക്കൽ പോയിട്ട് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെയും പോയിട്ടില്ല എന്ന് യേശു പറയുന്നു. അല്ല അച്ഛൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അച്ഛൻ, മ്യൂട്ട് ചെയ്തിരിക്കുക, കേൾക്കുന്നില്ല. ഇതുവരെ പിതാവിന്റെ അടുത്ത് പോയില്ല എന്ന് കർത്താവ് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞേച്ചാ പോയത്. അതെ. സോ അന്നേരം തന്നെ പോയി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ഥലകാല പരിമിതികൾക്കപ്പുറമാണ് ഉയർത്തെഴുന്നേറ്റ ശരീരം. അടച്ച വാതിലിനകത്ത് വരാം, ഏത് സമയത്തും വരാം, എവിടെയും വരാം. ഒരേ സമയത്ത് സ്വർഗത്തിലാകാം, ഒരേ സമയത്ത് ഭൂമിയിലാകാം, ഒരേ സമയത്ത് പിതാവിൻ്റെ അടുത്താകാം, ഒരേ സമയത്ത് ശിഷ്യന്മാരുടെ അടുത്താകാം. അതുകൊണ്ട് മറിയോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുത്ത് പോയില്ല, എന്നാൽ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും പിതാവുമായവന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് വന്നു എന്നാണ് യോഹന്നാൻ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നുള്ളൂ, മറ്റൊരു സുവിശേഷത്തിലും ഇത് പറയുന്നില്ല. കാരണം യോഹന്നാൻ യേശുവിന്റെ ശിഷ്യനാണ്. തീർച്ചയായിട്ടും. എന്തായാലും സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അച്ഛൻ ഇനി ഒരു ദിവസം പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രിയ ഷാജി ബ്രദർ ഒരു നമ്മെ പ്രാർത്ഥന വഴി നടത്തും. ഷാജി വന്നിട്ടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും അടുത്ത പ്രാവശ്യം ചോദിക്കാം. ഷാജി ബ്രദർ ഇല്ല എന്ന് പറയാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഷാജി ബ്രദർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അല്ല, കേട്ടില്ല. ഷാജി ബ്രദർ ഇന്ന് ആബ്സെന്റ് ആണ്, അതിന് പറയാൻ ഞാൻ പ്രാർത്ഥിക്കാം. ജെയ്സൺ ആണ്. ഓക്കെ, താങ്ക് യു. പ്രാർത്ഥിക്കാമല്ലോ. ജെയ്സൺ മ്യൂട്ടാ.
ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ ഈ സമയം വരെയും തമ്പുരാനെ അങ്ങയുടെ കരങ്ങൾ കാത്തു സൂക്ഷിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേട്ട മെസ്സേജിനായിട്ട് കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ ഫാദറിനെ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുകയും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ഉദ്യതനായ ക്രിസ്തുവിനെ പറ്റി കേൾക്കുവാനായി ഞങ്ങൾക്ക് ഇടയാക്കിയ സാഹചര്യത്തിലാണ് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ശുദ്ധമുള്ള റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ആമേൻ. തുടർന്ന് നമുക്ക് സണ്ണി ബ്രദർ ഒരു പാട്ട് പാടുന്നതായിരിക്കും. സണ്ണിൻ ജോയിൻ ചെയ്തിട്ടില്ല, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് സമയം അതിക്രമിച്ചിട്ട് പ്രിയ മിനി സിസ്റ്റർ മധ്യസ്ഥ പ്രാർത്ഥന നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല രാത്രിയുടെ യാമത്തിനായ ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ഈ കൂട്ടായ്മയുടെ മുൻപാകെ കർത്താവേ, സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും പേരുപേരായി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നേതൃത്വമായി നിൽക്കുന്ന ഒരാഴ്ചനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മോൾച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ 3 പേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ആയിരിക്കുന്ന രംഗങ്ങളിൽ ദൈവകൃപയിലെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമായ മോൾച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കർത്താവെ അവിടുന്ന് മാറ്റി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് നടപ്പാൻ തക്കോണം കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. കർത്താവെ, നീ കൂട്ടായ്മ ലീഡിയാൻ തക്കോണം സാംജീപതരനെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേയും മകനെയും കർത്താവെ ഡോക്ടർ ഉഷയും പ്രധാനമായി കൊടുത്ത പൈതങ്ങളെയും പിഞ്ചു പൈതങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയിൽ അവരെ നടത്തി പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയായി ബൈജുപതറിന് കർത്താവെ ഞങ്ങളുടെ ഒപ്പമായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മകനെയും കർത്താവെ ആൻസിയും ദാനമായി കൊടുത്ത 3 പൈതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഒക്കെയും പഠിത്ത കാര്യങ്ങളിൽ കർത്താവെ നീ കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ മുറ്റുമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെ കർത്താവെ നീ നടത്തി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ബിനായെയും കർത്താവെ പ്രസാദിനെയും സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിലെ കർത്താവെ അവരെയും പരിപാലിച്ചു കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവമായ കർത്താവെ, ഇന്ന് സങ്കീർത്തനമായി കർത്താവെ കടന്നു വരാനും മല്ലനെ അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ദൈവമേ, നമ്മുടെ ഓരോ കർത്താവെ ആവശ്യങ്ങളിലും കർത്താവെ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഒപ്പമുണ്ടെന്ന് കേൾക്കാൻ തക്കവണ്ണം മകളിലൂടെ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അവളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദൂരതയിലായിരിക്കുന്നല്ല അപ്പ കർത്താവെ നിന്റെ കാരുണ്യം അവളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ മുദ്രയിടപ്പെട്ട് വേലികെട്ടി പരിപാലിച്ച് സൂക്ഷിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശത്രുവോ പകയനോ കുഞ്ഞിനെ നോക്കാനോ കാണുവാനോ ഇടയാകാതെ നിന്റെ രക്തത്താൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വർഷിപ്പ് ലീഡിയാൻ തക്കവണ്ണം അലിസിനെയും എബിസാറിനെയും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, അവരെയും കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ടീനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മോബിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2 പേരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടങ്ങളിൽ ദൈവകൃപയിൽ അവരെയും പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവമേ, ഇന്ന് കർത്താവെ ഞങ്ങൾക്ക് വചനവുമായി കടന്നു വന്ന കർത്താവെ സൈമണച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലും കർത്താവെ ദൈവമേ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളപ്പോഴും കർത്താവെ ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയും കർത്താവെ മകളുടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നല്ല വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വെറും കേൾവിക്കാരായി തീരാതെ അതിന്റെ മർമ്മത്തെ മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ ഒരുപടി കൂടി നിന്നോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അച്ഛനെ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിലെ ദൈവകൃപയിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ നീ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇവിടെ നേതൃത്വമായി നിൽക്കുന്ന ജെയ്സനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിജോയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജെയ്സനെയും ജെൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ 2 പേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ 2 പേരുടെയും ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ.
കുഞ്ഞുങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബാലാരിഷ്ടകളിൽ നിന്നൊക്കെയും വിടുതൽ കൊടുത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അതുപോലെ ജിജോയും ജിനായും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച കർത്താവെ അവരെ തിരികെ വരുവാനൊക്കെയും ആഗ്രഹിക്കുന്നല്ലോ. അപ്പ കർത്താവെ നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിലൂടെയും കർത്താവെ ആകാശവിധാനത്തിൽ കൂടെയും കർത്താവെ കരയിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബദ്ധനർത്ഥങ്ങളൊന്നും കൂടാതെ ഇവിടെ എത്തിച്ചേരുവാൻ തക്കോണം ദൈവമേ നിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ അതുപോലെ ഇന്ന് കടന്നു വരാൻ സാധിക്കാത്ത എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ അതുപോലെ അടിയങ്ങളെയും കുടുംബമായി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീയാണ് മധ്യത്തിലായിരിക്കുന്ന രുചിമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അടിയങ്ങളെയും കുടുംബമായ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നുവരെ നടത്തി പരിപാലിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അച്ഛൻ ഓഫീസിലായിരിക്കുന്നല്ലോ കർത്താവെ ജോലിയുടേതായ തിരക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട് കർത്താവ്. അതിൽ നിന്നൊക്കെയും കർത്താവെ നീ കൊടുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആൽവിൻ ഇപ്പോൾ യാത്രയിലായിരിക്കുന്നു. നാട്ടിലേക്ക് കർത്താവെ ഒക്കെയും തിരിച്ചു പോകാൻ അവന് കർത്താവെയുള്ള വഴികളെ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. അവന്റെ മടക്ക യാത്രയിൽ നിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമേ അതുപോലെ ഇന്ന് കടന്നു വരാൻ സാധിക്കാത്ത ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും ആയിരിക്കും നിരങ്ങളിൽ ദൈവകൃപയിൽ അവരെയും പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെയും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിപതനെ കുടുംബമായോർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജിയെ കുടുംബമായോർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയ് റോമ ടീച്ചറിനെ കുടുംബമായോർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയ് ആലിസ് ചേച്ചിയെ കുടുംബമായോർത്ത് പ്രാർത്ഥിക്കുന്നു. ടോണി സെലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റോയലിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഭാഗഭാക്കുകളായിരുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടത്ത് കർത്താവെ ദൈവകൃപയിൽ അവരെയും പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ രോഗത്തിലും ഭാരത്തിലും ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ അവിടുത്തെ ആണിപ്പഴുതുള്ള കരത്താൽ അവിടുന്ന് തൊട്ട് സൗഖ്യം കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെയൊക്കെയും കർത്താവെ കുഞ്ഞുങ്ങളെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന അമ്മച്ചിയെ പ്രത്യേകം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിരക്കോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് അരുളിച്ചത്. കർത്താവെ വാർദ്ധക്യത്തിലും പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കർത്താവെ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ഇന്ന് ഞങ്ങളുടെ കൂടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് കടന്നു വരാൻ സാധിക്കാതെ ആയിരിക്കുന്ന കർത്താവെ തങ്കമാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകളെയും കർത്താവെ നിന്റെ കൃപയിൽ പൊതിഞ്ഞു കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ യേശുവിന്റെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെസിയെയും കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുമായിരിക്കുന്നിടത്ത് കർത്താവെ ദൈവകൃപയിൽ അവരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്വർഗത്തിലെ പിതാവ് കർത്താവെ അവർക്ക് കാവലായി കോട്ടയായി കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമായ കർത്താവെ ജോലിയില്ലാതെ അലയുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തിട്ടും വേതനം കിട്ടാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യുദ്ധത്തിന്റെ ഭീഷണിയാലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റഷ്യ ഉക്രൈനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലസ്തീൻ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ യുദ്ധത്താൽ കർത്താവെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പലരും തകർച്ചയുടേതായ വക്കിലൊക്കെയും ആയിരിക്കുന്നല്ലോ കർത്താവെ. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. പരസ്പര സ്നേഹവും ഐക്യവും തന്ന കർത്താവെ നീ ഇതിനൊക്കെയും ഒരു അറുതി ലഭിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പട്ടിണി പാവങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവിക കൃപയിൽ അവരെയും പൊതിയുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരാൻ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ സുവിശേഷ പ്രവർത്തകരെയും സമയത്ത് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ വേലകളെയും കർത്താവെ നീ മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. നിന്റെ നാമത്തിൽ കർത്താവെ ഒരു ഗ്ലാസ് വെള്ളം നൽകിയാൽ അതിന് 10 മടങ്ങ് കർത്താവെ നീ
നൽകുന്ന പിതാവായിരിക്കാൻ സ്തോത്രം. ദൈവമേ, നീ ആർക്കും കടക്കാരനല്ലല്ലോ കർത്താവെ. ആ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ, അതെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ദുഃഖത്താൽ ഭാരത്താലൊക്കെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ ഉള്ളത്തെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് നീ ആയിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോരുത്തരെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ദൈവകൃപയിൽ പൊതിയുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവമേ, വിവാഹത്തിന് ആഗ്രഹിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ, തലമുറകളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലും ദൈവമേ പലവിധമായ ആവശ്യങ്ങളുള്ളവരുണ്ടല്ലോ ദൈവമേ, അവരെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിട്ടുപോയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ച. ആ സ്ഥലവും യേശുവിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ടലണമേ. ആമേൻ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, എന്റെ നാമം പരിശുദ്ധപ്പെടണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദോഷം ഞങ്ങളെ രക്ഷിച്ചോളണമേ. നമ്മുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ആമേൻ. അച്ഛൻ ആശീർവാദം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ആമേൻ. അനുഗ്രഹത്തോ